ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് തരിക. ഇനി കുറച്ച് സമയം കൂടി വേണമല്ലേ, തിരുപ്പിറവിക്ക് സമയം വേണം. ഇനിയിപ്പോ നമ്മൾ എങ്ങോട്ട് പോകും? നമ്മള് ബത്ലഹേമിൽ പോയി. നമ്മൾ എങ്ങോട്ട് വേണം പോകും? ഇന്നത്തെ രാത്രി ബത്ലഹേമിൽ പോയി, ഡൽഹി പോയി, ചെന്നൈ പോയി, മധ്യ കേരളം, തെക്കൻ യുക്രൈനിലേക്ക് വല്ലതും പോകണോ? യുക്രൈനിലേക്ക് പോകാൻ തുടങ്ങിയെങ്കിലും നമ്മൾ അനുവദിച്ചില്ല. ഇല്ല, എപ്പോ വേണം? ഉക്രൈനെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതുവരെ റഷ്യയും ഉക്രൈനും ഈ ക്രിസ്മസ് ആഘോഷിച്ചിരുന്നത് ജനുവരി 7-ാം തീയതിയാണ്, യുദ്ധം ഉണ്ടാവുന്നത് വരെ. യുദ്ധം വന്നപ്പോൾ റഷ്യൻ ഓർത്തഡോക്സ് സഭകള് സ്വാഭാവികമായിട്ടും ജനുവരി 7-ാം തീയതിയാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. റഷ്യയിൽ നിന്ന് വിട്ടുമാറി അവര് കുറച്ചുകൂടി കാത്തലിക്സും പ്രോട്ടസ്റ്റന്റ്സും ഒക്കെ ആഘോഷിക്കുന്ന പോലെ ഭൂരിപക്ഷത്തിന്റെ കൂടെ കൂടി ഡിസംബർ 25 ഔദ്യോഗികമായി ക്രിസ്മസ് പ്രഖ്യാപിച്ചു യുദ്ധത്തിനിടെ. അപ്പോൾ അവിടെ 50% പേര് ഇപ്പോൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഈ ഡിസംബർ 25-നാണ്. അതേസമയം 17% പേര് മാത്രം റഷ്യൻ ഓർത്തഡോക്സ് സഭകളിൽ നിന്ന് മാറിയിട്ടില്ല. അവരിപ്പോഴും ക്രിസ്മസ് ആഘോഷിക്കുന്നത് ജനുവരി 7-ാം തീയതിയാണ്. 32% പേര് രണ്ടും ആഘോഷിക്കുന്നുണ്ട്. ഡിസംബർ 25-നും ക്രിസ്മസ് ആഘോഷിക്കുന്നു, ജനുവരി 7-നും ക്രിസ്മസ് ബിബി. നമുക്ക് സമീർ സി മുഹമ്മദ് കോഴിക്കോടേക്ക് നമ്മൾ പോവുകയാണ്. മാനാഞ്ചിറയിൽ നിന്നാണ് സമീർ ചേരുന്നത്. സമീർ, മാനാഞ്ചിറയിലെ ക്രിസ്മസ് കാഴ്ചകൾ, ക്രിസ്മസ് വർത്തമാനങ്ങൾ എന്തൊക്കെയാണ്? ഹാഷ്മി, വിജയകുമാർ, SKN, മലബാറിലും വലിയ കാഴ്ചകൾ തന്നെയാണ് ക്രിസ്മസിനെ വരവേറ്റുകൊണ്ട് കോഴിക്കോട് അതിനുള്ള എല്ലാ ഒരുക്കങ്ങളുമായിട്ട് ഏറെ നാളായിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ നിൽക്കുന്നത് മാനാഞ്ചിറ സ്ക്വയറിലാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളായിക്കൊണ്ട് നമുക്ക് ഇത്തരം കാഴ്ചകൾ ഇവിടുന്ന് കാണാനാകും. കോഴിക്കോട് മാനാഞ്ചിറ വളരെയേറെ വർണ്ണാഭമായിട്ടുള്ള ബൾബുകളാൽ നിറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ മലകളുണ്ട്, അതിനു മുകളിൽ ആനയുണ്ട്, അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീ ഉണ്ട്. മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ നോക്കുകയാണ് എങ്കിൽ ഈ ഭാഗത്ത് നമുക്ക് അതിമനോഹരമായിട്ടുള്ള മറ്റ് ശില്പങ്ങൾ കാണാം. പ്രധാനമായും അവിടെ ജയന്റ് ഡ്രാഗന്റെ ചിത്രമാണ് അതിമനോഹരമായിട്ട് ചെയ്തിരിക്കുന്നത്. 200 മീറ്ററോളം നീളത്തിലാണ് അതിൻ്റെ ഒരു നിർമ്മാണം ഉള്ളത്. അതുപോലെ തന്നെ വർണ്ണ ബൾബുകളാൽ നിബിഡമാണ്, വളരെയേറെ ആകർഷകമാണ്, അലങ്കൃതമാണ് ഇവിടെ. അത് കാണുന്നതിന് വേണ്ടിക്കൊണ്ട് ആയിരക്കണക്കിന് പേരാണ് കോഴിക്കോട് മാനാഞ്ചിറയിലേക്ക് ഈ നിമിഷത്തിലും എത്തിക്കൊണ്ടേയിരിക്കുന്നത്. പുതുവത്സരവും എത്തുന്നു. അതിൻ്റെ കൂടെ ഭാഗമായിക്കൊണ്ടാണ് ടൂറിസം വകുപ്പും അതുപോലെ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ഇത്തരത്തിലുള്ള അതിമനോഹരമായ കാഴ്ചകൾ ഇവിടെ സമ്മാനിക്കുന്നത്. ഹലോ, എവിടെ നിന്നാണ് വരുന്നത്? കക്കോടി. അപ്പോൾ എങ്ങനെയുണ്ട് ക്രിസ്മസും പുതുവത്സരവും ഒക്കെ? അടിപൊളി കാഴ്ചകളൊക്കെ അടിപൊളിയാണ്, നല്ല കാഴ്ചകളാണ്. മോളോ, ഹാപ്പി ക്രിസ്മസ്. എങ്ങനെയുണ്ട് കാഴ്ചകളൊക്കെ? ഇഷ്ടമായോ? ഒരു പാട്ട് പാടോ? ക്രിസ്മസ് സോങ് എന്തെങ്കിലും? എന്തായാലും കുടുംബത്തോടു കൂടെയാണ് എല്ലാവരും ഇവിടേക്ക് എത്തുന്നത്. ചേട്ടാ, എവിടുന്നാ വരുന്നേ? ഞങ്ങൾ പന്തിരിങ്കാവ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ? അടിപൊളി. എന്തെങ്കിലും ക്രിസ്മസിന്റെ പാട്ട് എന്തെങ്കിലും പാടോ? എന്തായാലും പാട്ട് പാടാനൊന്നും ആളുകൾ ഒരുക്കമല്ല, പക്ഷെ എല്ലാ ആളുകളും ഇവിടെ എത്തിക്കൊണ്ട് ഇവിടുത്തെ കാഴ്ച ക്രിസ്മസ് കാഴ്ചകളുമാണ് സമീർ പങ്കുവച്ചത്. നമ്മൾ കോഴിക്കോട്ട് വടക്കൻ കേരളത്തിലേക്ക് ഇനിയും മറ്റ് നമ്മളുടെ പ്രതിനിധികൾ കണ്ണൂരും കാസർഗോഡും ഒക്കെ കാത്തു നിൽക്കുന്നുണ്ട്. അവരിലേക്ക് വരാം. എല്ലാ സ്ഥലങ്ങളും എല്ലാ സ്ഥലങ്ങളും ഉച്ചകഴിഞ്ഞ മുതൽ വളരെ സജീവം, മാർക്കറ്റ് വളരെ സജീവമായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.